ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര വിജയ് ശങ്കറിനുള്ള ചായയുമായി വരുന്നത്. വിജയ് ശങ്കർ അങ്ങനെ ആ ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ചന്ദ്രയോട് സംസാരിക്കുകയാണ്. നാളത്തെ അച്ചുവിൻ്റെ കേസിനെ കുറിച്ച് തന്നെയാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു വന്നാലും കേസ് വിജയേട്ടൻ ജയിക്കണമെന്ന് ചന്ദ്ര അങ്ങനെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അച്ചു ഇനി ഒരിക്കലും പുറം ലോകം കാണരുത്. രുക്കുവിൻ്റെ ഭർത്താവൊക്കെ ആയിരിക്കും അവൻ, എങ്കിലും നമ്മളോട് അവൻ ഒരു തരത്തിലുള്ള അനുകമ്പയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അവസരം നമ്മൾ വിട്ടുകളയരുതെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അർച്ചനയെയും അച്ചുവിനെയും തോൽപ്പിക്കണം, അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വിജയേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ അർച്ചന കോടതിയിൽ വന്നാലല്ലേ പ്രശ്നമുള്ളൂ, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ എന്തായാലും അർച്ചന കോടതിയിൽ എത്തില്ല. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മഞ്ജുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ മഞ്ജുവിന്റെ കയ്യിൽ ഒരു മരുന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മരുന്ന് അർച്ചനയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ കലർത്തി കൊടുത്താൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചൊറിയാൻ തുടങ്ങും, ചിലപ്പോൾ തല കറങ്ങി വീഴും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ വരെ വരും. അതുകൊണ്ട് അർച്ചനയ്ക്ക് ആളെന്തായാലും ഹോസ്പിറ്റലിൽ എത്താൻ കഴിയില്ല. മഞ്ജു ആ പണി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. ആദ്യം ഇത് കേട്ട് വിജയ് ശങ്കർ ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീട് തനിക്ക് വേണ്ടി ചന്ദ്ര ചെയ്ത ഈ കാര്യമോർത്ത് വിജയ് ശങ്കറിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നാൽ മഞ്ജുവിനെ പൂർണ്ണമായി വിശ്വസിക്കാനാവില്ലെന്നും മഞ്ജു എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. മഞ്ജു എല്ലാത്തിനും നമ്മുടെ കൂടെ ഒരു മണ്ടിയെ പോലെ നിൽക്കുകയാണ്. അവളുടെ ആ മണ്ടത്തരങ്ങളെല്ലാം ഒരു നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഒന്നും കാണാതെ നമ്മുടെ കൂടെ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് മഞ്ജുവിന്റെ കാര്യത്തിൽ എപ്പോഴും നിനക്കൊരു ശ്രദ്ധ വേണം എന്നങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാനായി വിജയ് ശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, മഞ്ജുവിനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, അവൾക്കിട്ടും ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്, ഇകാതെ തന്നെ അവളെയും ഞാൻ കൊടുക്കുമെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. പിറ്റേ ദിവസം ശില്പ കോടതിയിലെത്തുകയാണ്. അച്ചുവിന്റെ കേസാണ് ഇന്ന്. ശില്പ കോടതിയിലെത്തുന്നതും ശില്പയെ ദീപ്തി കാണുന്നുണ്ട്. ദീപ്തിയെ കാണുന്നതും ശില്പ ആകെ പേടിച്ചു വരച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ദീപ്തി എന്നിട്ട് ശില്പയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, കോടതിയിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ വിജയ് ശങ്കർ മാക്സിമം ശ്രമിക്കും, എങ്കിലും അർച്ചന നിന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും, അതിനെല്ലാം വ്യക്തമായ മറുപടി നീ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ എന്നങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദീപ്തി അങ്ങനെ ശില്പയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ശില്പ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട അവസ്ഥയിലാണ് ശില്പ. എന്തായാലും അർച്ചനയ്ക്കും അച്ചുവിനും വേണ്ടി ശില്പ എന്തായാലും കോടതിയിൽ സത്യങ്ങൾ തുറന്നു പറയുമെന്ന് വിശ്വസിക്കാം. മറുഭാഗത്ത് ശത്രുക്കൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സത്യം അച്ചുവിന്റെ കൂടെ ആയതിനാൽ ശില്പ പറയുന്നതിനനുസരിച്ചിട്ടാണ് അന്തിമ തീരുമാനം. അർച്ചന ഏതു വഴിയും ശില്പയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കും. അച്ചുവിന് വേണ്ടി കടുത്ത പ്രാർത്ഥനയിലാണ് രുക്കു. അച്ചുവിന്റെ കേസിൽ വിജയ് ശങ്കർ തോറ്റാലും രുക്കുവിന് ഒരു പ്രശ്നവുമില്ല, എങ്ങനെയെങ്കിലും അച്ചു പുറത്തെത്തിയാൽ മതിയെന്നാണ് രുക്കുവിന്റെ പ്രാർത്ഥന. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.